നീ ഇങ്ങനെ വെക്കലും വിളമ്പലും അടുക്കലും തുടക്കലും ആയിട്ടേ ഏതെങ്കിലും മൂലയ്ക്ക് പോയിട്ട് ആരെയും കാണാണ്ടിരുന്ന ഞങ്ങൾക്കൊക്കെ സന്തോഷമാണെന്ന വിചാരം. എന്താ അമ്മേ ഇപ്പൊ ഇങ്ങനെ പറയാൻ മാത്രം എന്താ ഉണ്ടായത്? ഇന്നലെ പ്രിയന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നില്ലേ? നീ ഒന്ന് പുറത്തു വന്നോ? ആ ഭക്ഷണമൊക്കെ എടുത്ത് ടേബിളിന്റെ മേലെ കൊണ്ട് വെച്ച് എന്നിട്ട് ഒറ്റ പോക്ക് പോയി. ഒരാൾ വന്ന് എങ്ങനെയാ മോളെ വീട്ടിൽ വേണ്ടത്, എന്താണ് ഏതാണ് ചോദിച്ചാൽ അതിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കണ്ടേ? അത് ഇന്നലെ മാത്രമാണോ? നീ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ കുട്ടി? അതിന് പ്രിയ വല്ലതും പറഞ്ഞു അമ്മനോട്? അവളൊന്നും പറഞ്ഞിട്ടില്ല. അല്ല മോളെ, നീ അന്ന് പോയി ഇന്റർവ്യൂ എന്തായി? ഇത്ര ദിവസമായില്ലേ, അവര് വല്ലതും വിളിക്കുക എന്തെങ്കിലും ചെയ്തോ? വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചിട്ടാ. അവൻ അത്രയും നേരം എന്നെ കാണാണ്ടൊക്കെ ഇരിക്കുമേ. മോളെ, അവനെ നോക്കാൻ ഞാനും അച്ഛനൊക്കെ ഇവിടെ ഇല്ലേ? അത് 2 മാസം കൊണ്ട് കഴിഞ്ഞാൽ അവന് 3 വയസ്സായി. പിന്നെ വല്ല നഴ്സറിയിൽ അംഗൻവാടിയിൽ കൊണ്ട് വിടാലോ. എന്തായാലും അവര് വിളിക്കോ നോക്കട്ടെ അമ്മേ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കാം നമുക്ക്. എന്തായാലും അതല്ലെങ്കിലേ മോള് വേറെ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിക്കേ. എനിക്കൊരു നിലനിൽപ്പാകുന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നേരത്തെ ഫുഡ് ഒന്ന് എടുത്തു വെക്കോ? പോവാൻ ലേറ്റായി അതുകൊണ്ടാ. ആ മോളെ, ഞാനിപ്പോ എടുത്തു വെക്കാം. പിന്നെ കുഞ്ഞിന് ചെറിയൊരു ചൂടുണ്ട്, അതുകൊണ്ടൊന്ന് കുളിപ്പിക്കണ്ട. ഭക്ഷണം കറക്റ്റ് സമയത്ത് കൊടുത്താൽ മതി. നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പോയിട്ടോ. കുഞ്ഞിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല പ്രിയേ, നിനക്ക് കുറച്ച് നേരത്തെ എണിച്ചൂടെ? എന്നാ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാലോ. ഈ ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ തിരക്ക് പിടിച്ച് കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ മോളെ? ഏട്ടത്തിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ ചെയ്തോളാം. എനിക്കിന്ന് ലീവ് കിട്ടാത്തോണ്ടാ, അല്ലെങ്കിൽ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ ഇട്ടിട്ട് ഞാൻ പോവില്ല. അത് നിന്നോട് അവളെന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞത് ഞാനല്ലേ. അതിനിപ്പോ എന്തിനാ അവളെ പിടിച്ച് വലിച്ചിടുന്നത്? തൽക്കാലത്തിന് ഏട്ടത്തി വേറെ ജോലിക്കൊന്നും പോണില്ലല്ലോ, അതുകൊണ്ട് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണോണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ ഞാനും മനുവേട്ടനല്ലേ ഇവിടുത്തെ ചെലവുകളൊക്കെ നോക്കണത്. അതെ, മാസം മാസം ഇവിടെ എന്തെങ്കിലും തരുന്നുണ്ട് പറയട്ടെ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തലയിലാണെന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു തരാൻ അവളാരാ? നിങ്ങളുടെ അടിമയാ? അത്രയ്ക്ക് പറയാൻ മാത്രമേ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് ഭക്ഷണം എടുത്തു വെക്കാനും കുഞ്ഞിനെ നോക്കാനും പറഞ്ഞാണോ ഇത്ര വലിയ കാര്യം? ഇത് ഇന്നത്തെ കാര്യം മാത്രമല്ലല്ലോ, നീ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. കുറെ നാളായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. അമ്മ മതി അമ്മേ, ഇനി എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ പ്രശ്നമാവണ്ട. ഇവിടുത്തെ പണികൾ ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പ്രിയെ, നിനക്ക് പോകാൻ സമയമായില്ലേ? നീ പോയി റെഡി ആയിക്കോ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. നീ ഇങ്ങനെ എല്ലാവരും പറയുന്നവർ തുള്ളി നിന്നോട്ടാ. നിനക്കൊരു ജീവിതമൊന്നും വേണ്ട മോളെ. നിന്നെ എല്ലാവരും കൂടി മുതലെടുക്കുക, അത് മനസ്സിലാക്കുക ആദ്യം. കുഞ്ഞോട് കളിച്ചോട്ടോ. എടാ മോനെ, ഒന്ന് അവിടെ നിൽക്ക്. എന്താ അമ്മേ? നീ എവിടെ ഞായറാഴ്ചയായിട്ട് പുറത്തു പോകുന്നത്? ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോണം. അത്യാവശ്യമൊന്നും അല്ലല്ലോ. മോനെ കുറച്ചു നേരം നിൽക്ക്, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്താ അത്ര വലിയ കാര്യം? ഒന്നുമില്ലടാ, നമ്മുടെ മിനിമോളുടെ കാര്യം പറയാനാണ്. അവള് എത്ര ദിവസം നമ്മളോട് നിർത്തുക? നമ്മുടെ വേലക്കാരിയാണോ അവള്? വേലക്കാരിയോ? അങ്ങനെ ആരും ഇവിടെ ഏട്ടത്തിയെ കണ്ടിട്ടില്ല. അമ്മ എന്തൊക്കെയാ പറയണേ? അങ്ങനെ ആരും കണ്ടിട്ടില്ലടാ. പക്ഷെ അവള് രാവിലെ തുടങ്ങി രാത്രി വരെ ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യുന്ന കാണുമ്പോ അമ്മയ്ക്ക് അങ്ങനെ ഒരു തോന്നല്, നമ്മുടെ അവതാരത്തിൽ കഴിയുന്നത് കൊണ്ടാണോ അവൾ ഇങ്ങനെ പണിയെടുക്കണമെന്നുള്ളത്. അവളും കുഞ്ഞും നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണ് മോനെ. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടേ അവളെയും കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചിരുന്നത് ശരിയാണോ മോനെ? അമ്മ ഇതെന്താ പറഞ്ഞു വരുന്നത്? അതാദ്യം പറ. അമ്മ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, അവൾക്കൊരു കല്യാണം നോക്കണം. കല്യാണോ? അമ്മ എന്തൊക്കെയാ പറയണേ? നിനക്കെന്താണ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നീ ഏടത്തി വിളിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അവൾക്ക് നിന്റെ ഭാര്യന്റെ പ്രായമേ ഉള്ളൂ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ കാലാകാലം വിധവയായിട്ടിരിക്കണം എന്നുണ്ടോ? ഏട്ടൻ മരിച്ചിട്ട് ഇത്രയും കാലമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ? ഇനിയും അങ്ങനെ അങ്ങ് പോയാ പോരെ? പോരാ, അവൾക്കൊരു കുടുംബവും ജീവിതവും ഒക്കെ വേണം. ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്ത് സുഖവും സന്തോഷവും ഒന്നും വേണ്ട വെച്ച് കാലാകാലം ഇങ്ങനെ ജീവിക്കുന്ന പോലെ കടമയുണ്ടോ? അവളെ എല്ലാവരും കാണുന്നുണ്ടെങ്കിലും ഇവിടെ മനസ്സിലെ വേദന ആരും കാണുന്നില്ല. നമ്മുടെ വീട്ടിലെ കുട്ടിയാണെങ്കിലോ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുവോ? കല്യാണക്കാര്യം പറഞ്ഞ അവൾ പെട്ടെന്ന് സമ്മതിക്കുമൊന്നുമില്ല. പക്ഷെ പറഞ്ഞാൽ സമ്മതിപ്പിക്കും. എന്നിട്ട് നമ്മുടെ വീട്ടിലെ കുട്ടിനെ എങ്ങനെയാണോ കെട്ടിച്ചയക്കണം അതുപോലെ ഞാൻ അവളെ കെട്ടിച്ചയക്കും. ആ, അത് കൊള്ളാം. ഇനി അവരെ കെട്ടിച്ചു വിടേണ്ട ചുമതല കൂടി ഏറ്റെടുത്ത അതിന്റെയൊക്കെ ചെലവ് ആര് നോക്കുന്ന അമ്മ ഈ പറയുന്നത്? തൽക്കാലം നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ കൈകളിലൊക്കെ എടുത്തിട്ടേ ഞാനും അച്ഛനവളെ അന്തസ്സായി കെട്ടിച്ചയക്കും. അതിന് ഞാൻ സമ്മതിക്കില്ലെങ്കിലോ? ഏട്ടന്റെ കല്യാണം തന്നെ ആർഭാടായിട്ടാണ് നടത്തിയത്. ഇനി മരുമോളുടെ കല്യാണം കൂടെ നടത്തി കുടുംബത്തിന്റെ സ്വത്ത് പകുതിയാക്കാനാണ് അമ്മേന്റെ ഒക്കെ തീരുമാനം. പിന്നെ
ആ കുഞ്ഞിന് വേണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം, അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട് മരുമോളുടെ കല്യാണം അത് ഏറ്റെടുക്കേണ്ട ചുമതല ഇപ്പൊ തൽക്കാലം ഇവിടെ ആർക്കും ഇല്ല. പിന്നെ അവർക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ വീട്ടുകാർ നടത്തി കൊടുക്കട്ടെ എന്ന്. അതിന് അവളുടെ വീട്ടിൽ ആരാടാ ഉള്ളത്? ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിനെ ഇവിടെ ഇരുത്തുവോ? ആയ കാലത്ത് സന്തോഷം കൊടുക്കാത്ത ഒരു അച്ഛനാ അയാൾ. ഇപ്പൊ അവളെ സംരക്ഷിക്കും തോന്നുന്നുണ്ടോ? പാവമായി കുട്ടി ഇവിടെ വന്നപ്പോൾ ചിരിച്ചു കണ്ടത്. ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം പോകുന്ന പോലെ അങ്ങ് തുടർന്നു പോട്ടെ. ഇവിടെ ആരെങ്കിലും നോക്കാനും പറയാനൊക്കെ വേണ്ടേ? പിന്നെ മിക്കവാറും എനിക്കും ബ്രേക്കും ട്രാൻസ്ഫർ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ അമ്മയ്ക്കും അച്ഛനും ഒരു കൂട്ടിനൊരാൾ വേണ്ടേ? ഓ, അപ്പൊ ഇതാണ് പൊന്നുമോന്റെ മനസ്സിലിരിപ്പ്. ഏട്ടൻ പറഞ്ഞ എനിക്ക് ജീവനായിരുന്നല്ലടാ. അപ്പൊ ഏട്ടന്റെ ജീവനായിരുന്ന ആ പെൺകുട്ടിനെ കുറിച്ചാണ് ഇപ്പൊ നീ ഇത് പറയുന്നത്. വയസ്സാങ്കാലത്ത് എന്നെ അച്ഛനെ നോക്കേണ്ടതേ ആ കൂട്ടിന്റെ കടമയല്ല. നിങ്ങൾ കെട്ടിക്കാതിരിക്കുക എന്താന്ന് വെച്ചാ ചെയ്യേ, പക്ഷെ 10 പൈസ ഈ കുടുംബത്തിൽ നിന്ന് ചെലവാക്കാൻ ഞാൻ സമ്മതിക്കൂല. പിന്നെ ഈ കാണുന്ന സ്വത്തും മുതലും മുഴുവൻ എനിക്കും എന്റെ കുട്ടികൾക്കും അനുഭവിക്കാനുള്ളതാ. അത് തൽക്കാലം ചെലവാക്കാൻ എനിക്ക് താല്പര്യമില്ല. നിന്റെ ഏട്ടന്റെ ചോരയടാ ആ വീട്ടിൽ വളരുന്നത്, അത് നീ മറക്കണ്ട. അത് പറഞ്ഞല്ലോ, അവന് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുത്തിരിക്കും. എടാ മോനെ, നിന്റെ ഏട്ടന്റെ മുഴുവൻ സമ്പാദ്യം ആ വീട്ടിന് വേണ്ടി ഇറക്കിയതാ. അതൊക്കെ ഉണ്ടെങ്കിലേ അവൾക്കും കുഞ്ഞിനും സുഖമായി ജീവിക്കായിരുന്നു. നീ ഈ കാര്യത്തിൽ നിന്റെ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളാ പറഞ്ഞതേ എന്തായാലും നന്നായി. ഈ വയസ്സാം കാലത്ത് ഉള്ളതൊക്കെ മരുമോൾക്ക് കൊടുത്തിട്ടേ മോനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാല് എന്റെ ഭാഗത്തുനിന്ന് നല്ലതൊന്നും പ്രതീക്ഷിക്കണ്ട. എടി അങ്ങനെയൊന്നും ഉണ്ടാവൂല. കുടുംബത്തിന്ന് 10 പൈസ ചെലവാക്കാതെ നടത്തുവാണെങ്കിൽ എന്ത് വേണേലും ആയിക്കോട്ടെ. പിന്നെ ഈ രണ്ടാം കെട്ടുകാരിനെ ഒന്നും വാങ്ങിക്കാതെ കെട്ടിക്കൊണ്ടുപോകാൻ ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുകയാണല്ലോ. കൂടെ ഒരു കുട്ടിയും. നല്ലൊരു ബന്ധം കിട്ടണമെങ്കിലേ അത്യാവശ്യം കൊടുക്കേണ്ടി വരും. എങ്ങനെങ്കിലും ഇത് മുടക്കണം. ചേച്ചിക്ക് ഒരു ജോലി കാര്യങ്ങളായിട്ട് മതി കല്യാണം എന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞോളാം. അല്ല, ആ ചെക്കനെ ഏട്ടന്റെ മോനെ എന്തോ കൊടുക്കണ കാര്യം പറഞ്ഞു കേട്ടൂലോ. അത് പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ മോനെ പോലെ തന്നെയല്ലേ അവനും. അല്ലെങ്കിലും മറ്റൊരു കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു കുടുംബത്തിൽ നിൽക്കുമ്പോ പിന്നെ അവൾക്ക് എന്തിനാ ഇവിടുത്തെ സ്വത്ത്? അതിന്റെ ആവശ്യം എന്തായാലും ഇല്ല. എടി അത് അപ്പോഴത്തെ കാര്യല്ലേ. ഞാൻ ഇത് എങ്ങനെങ്കിലും ഒന്ന് ഡീൽ ചെയ്യട്ടെ. നീ പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെച്ചേ. എന്നാലും ഏട്ടത്തി ഇത്ര പെട്ടെന്ന് ഏട്ടനെ മറന്നു പോകുന്നു ഞാൻ വിചാരിച്ചില്ല ഏട്ടാ. മറക്കാനോ? നീ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഏട്ടത്തിന്റെ സമ്മതത്തോടെയാണോ അമ്മ കല്യാണം ആലോചിക്കണത്? കല്യാണോ? ഇതേ പ്രിയേ, നീ ഓരോന്ന് പറയാൻ നിക്കല്ലേ. ആ, അമ്മ ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങളോട് എല്ലാവരോടും പറയുകയും ചെയ്തു. ഞങ്ങൾക്ക് സമ്മതാണ് കേട്ടോ. അല്ലെങ്കിലും ഒരിക്കലും തിരിച്ചു വരാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഏടത്തി എന്തിനാ അങ്ങനെ ജീവിതകാലം മുഴുവൻ കരഞ്ഞിട്ടിരിക്കണേ? ഏടത്തിക്ക് ഇങ്ങനെ തോന്നിയാൽ ഒരു തെറ്റുമില്ല. എന്റെ ചിന്തയിൽ അങ്ങനെ ഒരു കാര്യം പോലും ഇല്ല മോളെ. അയ്യോ, ഏടത്തി ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇതൊന്നും ഇവിടെ നടക്കാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഞങ്ങളുടെയൊക്കെ ജീവിതം കാണുമ്പോ ഏടത്തിക്ക് അങ്ങനെ ഒരു മോഹം തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. എന്താ മോളെ, നീ എന്താ കരഞ്ഞോണ്ടിരിക്കുന്ന? അവള് വല്ലതും പറഞ്ഞോ? അമ്മയ്ക്ക് ഞാനൊരു ബാധ്യതയായില്ലേ? ബാധ്യതയോ? നീ എന്താ അങ്ങനെ പറയുന്നു മോളെ? അമ്മ എനിക്ക് കല്യാണം നോക്കുന്നുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് മോളെ. ഏട്ടൻ പോയിട്ട് ഇപ്പൊ 2 വർഷമായിട്ടുള്ളൂ. എന്റെ കൂടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളൂ. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഏട്ടനെ മറന്നിട്ട് വേറൊരു കല്യാണം കഴിക്കുന്ന? എനിക്ക് ആ കൂടി എന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. നിനക്ക് എന്റെ മോനെ ജീവനാണെന്നും അവനില്ലാതെ വേറെ ലോകമില്ലെന്ന് അമ്മയ്ക്ക് അറിയാം മോളെ. മോളൊരു ബാധ്യതയായിട്ടോ ഒരു ഭാരമായിട്ടല്ല അമ്മ പറയുന്നത്. പക്ഷെ മോൾക്കൊരു ജീവിതം വേണ്ടേ? ഭർത്താവില്ലാത്തൊരു പെൺകുട്ടി ഈ സമൂഹത്തിൽ ഈ പ്രായത്തിൽ ജീവിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതൊരുപാട് ബുദ്ധിമുട്ടാ മോളെ. എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ കുഞ്ഞ് ഇവിടുന്ന് മാറിക്കോളാം അമ്മ. അതുവരെയ്ക്കും ഈ ഒരു കാര്യം പറഞ്ഞ് അമ്മന്റെ അടുത്ത് വരണ്ട. നിനക്ക് പോകാൻ സ്വന്തമായിട്ടൊരു വീട് നോക്കണ ഒരാളും ഇല്ല മോളെ. ഞങ്ങളുടെ കാലശേഷം നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാകുന്നു തോന്നുന്നുണ്ടോ? നിന്നെ ഇന്നാ നാളെ കെട്ടിക്കണ കാര്യമല്ല മോളെ അമ്മ പറയുന്നത്. നിനക്കൊരു കുടുംബം വേണം, അത് എന്റെ തീരുമാനമാ. മോളെ എന്നാ മനസ്സുകൊണ്ട് തയ്യാറാകണത് അന്ന് അമ്മ നടത്തും.
എടാ, നീ ബ്രോക്കർ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ എന്തോ പറയാൻ? തൽക്കാലം ഇവിടെ ആരും കല്യാണം നോക്കുന്നില്ല എന്ന് നീ പറഞ്ഞോ? ആ പറഞ്ഞു. അതിനിവിടെ ആരും കെട്ടാനായിട്ട് നിൽക്കുന്നില്ലല്ലോ. അപ്പൊ ഏട്ടത്തിന്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പറഞ്ഞെന്ന് കരുതി ഞാൻ അതിന് സംഭവിച്ചിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളെ വിളിച്ച് അങ്ങനെ പറഞ്ഞത്. അവളുടെ കല്യാണം നടത്താൻ നിന്റെ സമ്മതം ആർക്ക് വേണടാ? ഏടത്തിയുടെ കല്യാണം നടത്താൻ എന്റെ സമ്മതം ആവശ്യമില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഈ കുടുംബത്തിന്റെ ചെലവില് ആ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഈ കാണുന്നതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാ. അതുകൊണ്ട് അത് എന്ത് ചെയ്യണമെന്നും ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ഒരു മകനെ മരിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്തൊക്കെ തീരുമാനിച്ചാലും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഓ, അപ്പൊ നീ ഒരു തരത്തിലും ആ കുട്ടിനെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ നിന്നൊന്നും കൊടുക്കാൻ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ ചൊല്ലിയാണ് ഈ തർക്കമെങ്കിലേ അതിന്റെ ആവശ്യമില്ല. കുറെ നാളായി ഈ വീട്ടിലത് മാത്രമേ സംസാരമുള്ളൂ. ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കൊരു കല്യാണം വേണമെന്ന്? ഞാൻ എന്റെ കുഞ്ഞിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഏട്ടത്തിനോടും കുഞ്ഞിനോടും ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ ആരും പറഞ്ഞിട്ടില്ല. ഇനി ചേച്ചിക്ക് ഒരു പുതിയ ജീവിതം വേണമെന്നുണ്ടെങ്കിൽ അത് അയക്കോ. പക്ഷെ അത് ഇവിടത്തെ ചെലവിലാകരുത്, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. എന്റെ ഏട്ടന്റെ വേർപ്പാണ് ഈ വീട്. ഇവിടെ ഏട്ടന്റെ കുറെ ഓർമ്മകളുണ്ട്. അതുകൊണ്ട് മാത്രം ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കും എന്റെ കുഞ്ഞിനും ഈ വീട്ടിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കഴിയുള്ള ഒരു അനുവാദം മാത്രം തന്നാൽ മതി. അമ്മ കേട്ടില്ലേ? ചേട്ടത്തിക്ക് കല്യാണവും വേണ്ട, ഈ സ്വത്തിന്റെ ഭാഗവും വേണ്ട. പക്ഷെ ഇനി അമ്മയായിട്ട് ഓരോന്ന് കുത്തി നിറച്ച് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട. ഓ, അപ്പൊ ഈ വീട് സ്ഥലവും അല്ലാണ്ട് അച്ഛന്റെ അമ്മന്റെ ഇവർക്ക് വേറെ ഒരുപാട് സ്വത്തുണ്ടെന്ന് മോൻ അറിയാം അല്ലേ? അപ്പൊ അതിലാണ് കണ്ണ്. ആ, അത് തന്നെ. നിങ്ങൾക്ക് ഈ സ്വത്ത് മുതൽ നിങ്ങളുടെ വീട്ടുകാർ തന്നല്ലേ. അപ്പൊ നിങ്ങളും എനിക്കും തന്നേ പറ്റൂ. അത് ശരി. എന്നാ മോൻ കേട്ടോ, ഞങ്ങൾക്ക് എത്ര സ്വത്തുണ്ടോ അതിലെ പാതി സ്വത്ത് അവൾക്കും കുഞ്ഞിനുള്ളതാ. അത് കഴിച്ചിട്ടേ എനിക്കുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ ഒരു വഴി കണ്ടുപിടിക്കേ. എന്റെ പ്രിയ, നീ ഒന്നും മിണ്ടാതിരിക്കേ. നോക്കിയും കണ്ട് ചെയ്തില്ലെങ്കിൽ എല്ലാം കയ്യിന്ന് പോകും. കുറച്ച് മാസം കൂടി കഴിഞ്ഞാൽ ഇവിടെ റോഡ് വരാൻ പോവാ. പിന്നെ ഈ വീടിന്റെ സ്ഥലത്തിന്റെ മതിപ്പ് അങ്ങോട്ട് കൂടും. അച്ഛന്റെയും അമ്മയുടെയും പേരിലെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തതാ. ഇപ്പൊ അതൊക്കെ നഷ്ടപ്പെടാന്ന് പറഞ്ഞാല് ഏട്ടൻ പോയതോടെ ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ആലോചിച്ച് സമാധാനപ്പെട്ടതാ. ഇതിപ്പോ എല്ലാം കയ്യിന്ന് പോകുന്ന ലക്ഷണമാണല്ലോ. എന്തെങ്കിലും കൊടുത്തിട്ട് അവളെ കെട്ടിച്ചു വിട്ടാൽ മതിയായിരുന്നു. എന്നാ അത്രയല്ലേ പോയിരുന്നുള്ളൂ. ഇതിപ്പോ അതൊന്നല്ല പ്രിയേ. എന്തെങ്കിലും കൊടുത്താലേ അതും കൂടെ അങ്ങ് പോയി കിട്ടും. പോരാത്തതിനെ പേരക്കുട്ടിയുടെ സെന്റിമെന്റ്സിലേ ബാക്കിയുള്ളൂ. നമ്മുടെ അമ്മയല്ലേ ആള്. ഇനിയിപ്പോ ഇതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളിനി എന്താ ചെയ്യാ അത് പറ. ഏടത്തിയും കുഞ്ഞോ അതൊരു പ്രശ്നമല്ല. പക്ഷെ അമ്മയും അച്ഛനും അതിലൊരു തീരുമാനം ഉണ്ടാക്കണം. ദേ, നിങ്ങൾ വേണ്ടാത്തൊന്നും ചിന്തിക്കല്ലേ. ഇനിയിപ്പോ അതേ മാർഗമുള്ളൂന്നുണ്ടെങ്കില് ഏട്ടത്തിനെയും കുഞ്ഞിനെയും മാത്രമായിട്ട് വെറുതെ വിടണ്ട. ഇക്കാലത്ത് ബന്ധങ്ങൾക്കും സ്നേഹത്തിനൊന്നും ഒരു വിലയില്ല കുഞ്ഞെ. എല്ലാവർക്കും പൈസ മാത്രം മതി. ഇനിയും നമ്മളിവിടെ ഇരുന്ന അത് അച്ഛനും അച്ഛമ്മയ്ക്കും ദോഷം ചെയ്യും. ഇത് കുഞ്ഞിന്റെ അച്ഛനുണ്ടാക്കിയ വീടാ. അതൊരിക്കലും ആ ദുഷ്ടന്മാർക്ക് വിട്ടുകൊടുക്കരുത്. അമ്മയ്ക്ക് പറ്റിയില്ലെങ്കിലും മോൻ എന്തെങ്കിലും തിരിച്ചു പിടിക്കണം കേട്ടോ.